കേരളത്തിൽ BJP ഇതാദ്യമായിട്ട് പാർലമെന്റ് ഇലക്ഷനിൽ ഇപ്പോൾ താമര വിരിഞ്ഞിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമുക്ക് താമര വിരിഞ്ഞ അനുഭവം ഉണ്ടായിട്ടിരുന്നത് രാജഗോപാലിലൂടെ അസംബ്ലി ഇലക്ഷനിലേക്കായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് തരുന്ന ഒരു മെസ്സേജ് കൂടിയുണ്ട്. കമ്മ്യൂണൽ ആയിക്കൊണ്ടോ അല്ലെങ്കിൽ വർഗീയപരമായിട്ടോ ഉള്ള ചേരിതിരിവിനപ്പുറത്തേക്ക് നല്ല രീതിയിൽ ആളുകളോട് ഇടപഴകുകയും എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ BJPക്കും കേരളത്തിൽ ജയിക്കാനും അതുപോലെ തന്നെ നല്ല മത്സരം കാഴ്ചവെക്കാനും സാധിക്കും എന്നുള്ളത് സുരേഷ് ഗോപിയുടെ ഇത്തവണത്തെ ഒരു പ്രചാരണം നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നതായിരുന്നു. മറ്റ് നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ കേരളത്തിൽ തന്നെ മറ്റ് മണ്ഡലങ്ങളിലോ ഒന്നും നടത്തുന്ന പോലുള്ള ഒരു കമ്മ്യൂണലായിക്കൊണ്ടോ വർഗീയപരമായിക്കൊണ്ടോ ഉള്ള ഒരു പ്രചാരണമായിരുന്നില്ല BJP തൃശ്ശൂരിൽ നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഈ ഒരു 40 ദിവസമായിരുന്നില്ല പ്രചാരണം നടത്തിയിരുന്നത്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ 5 വർഷമോ അതിലേറെയോ കാലം ആ മണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാ രീതിയിലും നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുകയും മണ്ഡലത്തോട് ഒരു കണക്ഷൻ ഉണ്ടാവുകയും ചെയ്തു. അവിടെ ജയിച്ചിട്ടുള്ള ആളുകളെ പോലും കിട്ടുന്നില്ല, കാണുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇവിടേക്ക് തന്നെയുണ്ട് എന്നുള്ളൊരു പ്രതീതി ആ മണ്ഡലത്തിന് കൊടുക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു. പക്ഷേ അപ്പോഴും സുരേഷ് ഗോപി എന്നുള്ള ഒരു ആക്ടറെയും സുരേഷ് ഗോപി എന്നുള്ള ഒരു ആർട്ടിസ്റ്റിനെയും മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി എന്നുള്ളൊരു പൊളിറ്റീഷ്യൻ, കാരണം പലപ്പോഴും അദ്ദേഹം ഒരു വൈകാരികമായി പ്രതികരിക്കുന്ന ഒരാളാണ്. വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ആളുകൾ പൊളിറ്റിക്സിൽ എത്രത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള സേവനം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് ആശങ്കയുണ്ട്. അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി എന്നുള്ള പൊളിറ്റീഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല, ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. എന്തായി കഴിഞ്ഞാലും NDA ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇവിടെ ഇത് കഴിഞ്ഞ 10 വർഷമായിക്കൊണ്ടും കേന്ദ്രത്തിൽ NDA അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിൽ ഭരണത്തിൽ ഒരു റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്ന വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോലും കേരളത്തിന്റെ MP ആയിക്കൊണ്ടായിരുന്നില്ല അങ്ങോട്ട് പോരുന്നത്. കേരളത്തിന്റെ MP ആയിക്കൊണ്ട് 20 MP പറഞ്ഞയക്കുമ്പോൾ അതിലൊരു NDAയുടെ BJPയുടെ പാർലമെന്റ് അംഗം ഉണ്ടാകുകയും ആ പാർലമെന്റ് അംഗത്തിന് കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ അവസരം കിട്ടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കേരളീയൻ എന്നുള്ള എനിക്ക് സന്തോഷമേ ഉള്ളൂ.